റെഗുലർ നമ്മൾ പോയി പഠിക്കണ പോലെ തന്നെ ഒക്കെ ക്ലിയർ അതെ. ആണ്. ഇപ്പൊ ഓതണയിലായാലും നല്ല മാറ്റമുണ്ട്. മറ്റേതൊക്കെ അക്ഷരങ്ങളും അങ്ങനാണ്ട് കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ വർഷത്തേനേക്കാളും ബെറ്റർ ആണ്. നല്ല ബെറ്റർ ആണ്. നമുക്ക് അങ്ങനെ കുഴപ്പമില്ല. ഇപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് പോണത്. കാരണം കുട്ടികളിലും മാറ്റം വരുന്നുണ്ടല്ലോ. അതന്നെ അതെ അതെ അതെ. നല്ലൊരു സൂചനയാണല്ലോ. നല്ല അതെ രീതിയിലാണ് അതെ അതെ. എടുക്കുന്നത് എന്നുള്ളത്. അവര് മോശമാണെങ്കിലാണ് നമ്മൾ അതിന് എതിരഭിപ്രായം പറയേണ്ടതുള്ളൂ. അപ്പൊ പറയുന്നത്. നല്ല അതെ. ബെറ്റർ ആണ്. ആള് ഓത്തിലായാലും നിസ്കാരമായാലും ഒക്കെ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്കിനി പ്രത്യേകിച്ചൊന്നുമില്ല. ഞാന് ഹിമായെ കുറിച്ച് വേറെ ആൾക്ക് സജസ്റ്റ് ചെയ്തിട്ട് ആള് കുട്ടീനെ ചേർത്തിയിട്ടുണ്ട്. എന്റെ മോന്റെ വ്യത്യാസം എനിക്ക് മനസ്സിലായപ്പോ ആണല്ലോ നമ്മള് കൂടുതലും പറയാ. നമ്മളെ അതെ. കുട്ടികൾ ബെറ്ററായി വരുമ്പോഴാണല്ലോ നമ്മള് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ചേർത്തിക്കോ. അപ്പൊ ആൾക്കും നല്ല ഇപ്പൊ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് ആള് എന്നോട് പറഞ്ഞു, വിളിച്ച് പറഞ്ഞ്. നല്ല ഓൺലൈൻ മദ്രസയാണ്, കുഴപ്പമൊന്നുമില്ല. കുട്ടിയും ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അവൾക്കും കിട്ടിയേക്കണ്, മോളാണ്. ആ അപ്പൊ മോൾക്കും കിട്ടി ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ്, മോൾക്കും കിട്ടിയെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഞാൻ കൂടെ ഇരുന്നിരുന്നു. കാരണം ആ ഓൺലൈൻ മദ്രസ സ്റ്റാർട്ട് ആയിണ്ടായുള്ളൂ. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് എത്രത്തോളം സക്സസ് ആവും മദ്രസയിൽ പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട്. അപ്പോ സ്കൂൾ ഓൺലൈൻ ഉണ്ടായിരുന്നു, അതും നമ്മൾ കൂടെ ഇരിക്കണായിരുന്നു. പിന്നെ അത് സക്സസ് ആയല്ലോ. രണ്ടു ആ കൊല്ലത്തോളം സ്കൂളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ മദ്രസയുടെ കാര്യം, മദ്രസയിൽ പോയിരുന്ന ആള് ഇപ്പൊ എനിക്ക് പറഞ്ഞേക്കാൻ പറ്റാത്ത കാരണം സ്കൂൾ ടൈമൊക്കെ അതായ കാരണമാണ് ഞാൻ ഓൺലൈനിലേക്ക് മാറിയത്. പക്ഷെ ആള് കഴിഞ്ഞ വർഷം ഞാൻ കൂടെ ഇരുന്നീന്ന്. പക്ഷെ എനിക്ക് കൂടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ആളെന്നെ ഒക്കെ മേക്ക് ഓവർ ചെയ്ത് പോവുന്നുണ്ട്.